Hi everyone, welcome back to my channel Little Star and Little Tips. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സോറി പറയട്ടെ. സോറി ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസുകൾ ഒത്തിരി ലേറ്റായി. എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടും പേഴ്സണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് കൊണ്ടാണ് വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത്. എൻ്റെ വ്യൂവേഴ്സ് എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഞാനൊരു കുക്കിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇന്ന് ഞാൻ സാധാരണമായതിൽ നിന്നും വ്യത്യസ്തമായി ചില ചേരുവകൾ കൂടി ചേർത്ത് ഒരു ഓംലെറ്റ് റെസിപ്പിയാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഈ റെസിപ്പി അറിയാമായിരിക്കും. എന്നിരുന്നാലും അറിയാൻ പാടില്ലാത്തവർക്കായി ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നു. ഓക്കെ, പിന്നെ ഇതിനാവശ്യമായ കാര്യങ്ങൾ: മുട്ട വലുത് 2 എണ്ണം, ചെറുതാണെങ്കിൽ അത് 3 എണ്ണം വേണം. ചെറിയ ഉള്ളി 4 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ആപ്പിൾ സിഡർ വിനീഗർ 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. കേട്ടല്ലോ എന്തൊക്കെയാ വേണ്ടതെന്ന്? അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എന്തൊക്കെയാ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ആദ്യമായി മുട്ടകൾ ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് ഉടച്ചൊഴിക്കാം. എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് അത് സാവധാനം നന്നായിട്ട് കടഞ്ഞെടുക്കാം. എന്നിട്ട് ചായ അരിക്കുന്ന അരിപ്പില്ലേ, അതേപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അവ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അരിപ്പയിൽ ബാക്കി വരുന്ന മിശ്രിതം, ബാക്കി ഇങ്ങനെ ഒരു കൊഴുപ്പ് രൂപത്തിലൊരു മിശ്രിതം വരും. ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ, ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോഴോ അവർ ഇതൊക്കെ റെസിപ്പീസുകൾ നമ്മൾ കേൾക്കുമ്പോഴോ അവർ ഈ മുട്ട ഉപയോഗിക്കുമ്പോഴോ അത് ഫുള്ളെടുത്ത് ഉപയോഗിക്കില്ല. അവർ മുട്ട പൊട്ടിച്ച് അത് അരിക്കും. അരിപ്പ ഉപയോഗിച്ച് അരിക്കുമ്പോൾ അതിലൊരു കൊഴുത്ത രൂപത്തിലൊരു സാധനം അവസാനം വരും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും കഫക്കെട്ട് പോലുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് അതിനെ അരിച്ചിട്ട് അവസാനം വരുന്നതിനെ അരിപ്പയിൽ വരും. അപ്പൊ ഇത് നമ്മൾ അരിപ്പയിൽ നിന്ന് എങ്ങനെ അത് ഉണങ്ങിപ്പോയാൽ പിന്നെ അത് ഒരിക്കലും ഇളകില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് അരിച്ച് തീർന്നിട്ട് തന്നെ അവസാനം വരുന്ന മിശ്രിതം അരിപ്പയിൽ നിന്ന് നീക്കം ചെയ്യാൻ അപ്പോൾ തന്നെ നമ്മൾ ഈ അരിപ്പ പൈപ്പിന്, അതായത് ടാപ്പിന് ചുവട്ടിൽ കമഴ്ത്തി വെച്ചിട്ട് വെള്ളം തുറന്നു വിടുക. അപ്പോൾ ശക്തിയായിട്ട് വെള്ളം വന്ന് വീഴുന്നത് അതിങ്ങ് ഇളകി പോവും. അല്ലാത്ത പക്ഷെ അവ ഉണങ്ങി പിടിച്ച് വൃത്തിയാക്കാൻ പറ്റാത്ത തരത്തിലാവും. അത്രയേ ഉള്ളൂ. അരിച്ചു വെച്ച മുട്ടയിലേക്ക് അരിഞ്ഞു വെച്ച 4 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും ചേർത്ത് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ചൂടാകുമ്പോൾ കല്ലിൽ നിന്ന് ഇങ്ങനെ പുക പോണത് കാണാം. അതുവരെ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ചൂടാക്കിയ പാനിൽ കടഞ്ഞു വെച്ച മുട്ട ഒഴിക്കുക. ഇതിനെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പരത്തുക. തിക്കായിട്ട് ഇരിക്കരുത്. നല്ലവണ്ണം നമ്മൾ കടഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അത് നന്നായിട്ട് പരത്തും. നന്നായിട്ട് നിരത്തി നമുക്ക് പരത്താൻ സാധിക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി മറിച്ചിടുക. 1 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇളക്കി മറിച്ചിട്ടിട്ട് പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് സ്വാദിഷ്ടമായ ഒരു ഓംലെറ്റ് ആണ്. കാരണം ഓംലെറ്റും ദോശയും ചട്നിയും കൂടെ കൂട്ടിക്കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി പോലും കാണത്തില്ല. ഒത്തിരി ഇഷ്ടം. വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലായിടത്തും നല്ല സൂപ്പർ ഓംലെറ്റിന്റെ മണമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ see you again in the next video.